ഹലോ എവ്രി വൺ. നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പി, പുതിയതല്ല എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ് കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ആദ്യം കുറച്ച് കടലമാവ് എടുത്തു. ആ കടലമാവിനകത്തേക്ക് ഒരല്പം കട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. പിന്നീട് നമ്മൾ ഗരം മസാല, നമ്മുടെ ഗരം മസാലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്ലിലരച്ച ഗരം മസാലയാണ്. അല്പം മുളക് പൊടി, ഇച്ചിരി ഒരു സ്വല്പം ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർക്കുകയാണ്. കുറച്ച് മണത്തിന് വേണ്ടി നമ്മൾ കായപ്പൊടി ചേർക്കുന്നതും നല്ലതായിരിക്കും. ഇനി ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറേശ്ശെ വെള്ളത്തിൽ നമ്മളത് മിക്സ് ചെയ്യും. ആദ്യം മിക്സ് വെറുതെ ഒന്ന് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ പൊടിയും നമ്മുടെ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നല്ലതുപോലെ മിക്സ് ആവണ്ടേ. അപ്പോൾ അതിന് ജസ്റ്റ് ആ പൊടിയും മസാലകളും എല്ലാം കൂടെ വെറുതെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശെ വെള്ളം നമ്മൾ ഒഴിക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മുഴുവൻ കൂട്ടും നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അന്നേരം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, നമുക്കൊരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് അതിനൊരു ഒരു മസാല ടേസ്റ്റ് കൊണ്ടുവന്നാലോ എന്ന്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ അല്പം ചിക്കൻ മസാലയും കൂടി ചേർത്തു. കാരണം എല്ലാവരും നോൺ വെജ് പ്രിയരല്ലേ. അപ്പം ഒരു ചിക്കൻ മസാലയുടെ ഒരു മസാലക്കൂട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ മസാല ഇട്ടത്. പക്ഷേ പരീക്ഷണം കൊള്ളായിരുന്നു കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് പിന്നെ ഈ മാവ് ഒരു ഒഴുക്കൻ കൺസിസ്റ്റൻസി അല്ല, എന്നാൽ ഒത്തിരി തിക്ക് കൺസിസ്റ്റൻസി അല്ല, ആ ഒരു രീതിയിൽ ഈ ഒരു രീതിക്ക് നമ്മൾ അതിനെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കോളിഫ്ലവർ കുറേശ്ശെയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അതിന് മുമ്പ് ഈ കോളിഫ്ലവർ ഇടുന്നതിന് മുമ്പ് ഈ കോളിഫ്ലവർ നല്ല വൃത്തിയായിട്ട് വേണം നമ്മൾ എടുക്കാൻ. ആദ്യം എന്ത് ചെയ്യണമെന്നറിയാം, ഈ കോളിഫ്ലവർ കൊണ്ടുവരുമ്പോഴേ ഇത് അല്ലിയായിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ട്, ഇതിലും ചെറിയ പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നല്ല ടേസ്റ്റിൽ കിട്ടും. നമ്മൾ അത്യാവശ്യം ഒരു ഇച്ചിരി വലുപ്പത്തിലാണ് എടുത്തത്. എന്നിട്ട് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മളത് അതുപോലെ വെച്ചിരുന്നു. കാരണം എന്തെങ്കിലും നമ്മൾ നോക്കി വൃത്തിയാക്കിയാണ് എടുത്തത്. എന്നിട്ട് പച്ചവെള്ളത്തിൽ കഴുകി അഴുക്കോ പുഴുവോ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നീട് ഈ മഞ്ഞവെള്ളത്തിലൂടെ നമ്മൾ ഇട്ടത്. എന്നിട്ട് ഇത് നല്ല വൃത്തിയായിട്ട്, കോളിഫ്ലവറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസും പുഴുകളും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് അത് നോക്കി വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് അത് വൃത്തിയാക്കി എടുത്ത കോളിഫ്ലവർ ഈ മാവിലേക്ക് നമ്മൾ ഇടും. ഈ മാവിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സാക്കി നല്ല കോട്ടിങ്, കണ്ടില്ലേ, നല്ല കോട്ടിങ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഒന്നേലൊന്നേ തൊടാതെ നമ്മൾ മാറ്റി വൃത്തിയാക്കി എടുത്ത് വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതുകൊണ്ട് തെറ്റൊന്നുമില്ല. പെട്ടെന്നെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിലും നല്ലതായിരിക്കും കുറച്ച് നേരം അത് ആ മാവിൽ മുക്കിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മുഴുവനും നമ്മൾ മിക്സ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വേറൊരു ഡിഷിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചു. 5 മിനിറ്റ് വെക്കുമ്പോൾ അതെല്ലാം നല്ലോണം പിടിക്കും. നല്ലതുപോലെ 5 മിനിറ്റ് വെച്ചപ്പോൾ അത് പിടിച്ചതിന് ശേഷം ആദ്യം നമ്മൾ പരീക്ഷണത്തിന് 1, 2 എന്നും പറഞ്ഞ് എണ്ണി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നോക്കി. അപ്പം വലിയ കുഴപ്പമില്ല, സാധനം മൊരിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി കോളിഫ്ലവറും കൂടി നമ്മൾ അതിനകത്തേക്ക് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കോളിഫ്ലവർ അതിലേക്ക് ഇടാവൂ. അതിനുശേഷം കുറേശ്ശെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതിപ്പം നമ്മൾ പരീക്ഷണത്തിന് ചെയ്തതാണ് കേട്ടോ. ഒരു 2-3 ട്രിപ്പായിട്ട് നമ്മളത് പിന്നെ വറുത്ത് കോരി. അപ്പോൾ അതാ ടേസ്റ്റിയായ നല്ല കോളിഫ്ലവർ ഫ്രൈ റെഡി. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. മസാലപ്പൊടി ഇട്ടതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഒരു ഇച്ചിരി ഫ്ലേവർ അടിപൊളിയായിരുന്നു.